نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിത കഥകൾ വിശദീകരിക്കുന്നതിനിടയിൽ സൂറത്ത് അശ്ശുഅറായിൽ സൂചിപ്പിച്ച ഒന്ന് രണ്ട് ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും പാഠങ്ങളും നമുക്ക് പഠിക്കാനും മാതൃകയാക്കാനുമുള്ളതാണ്. ഖുർആൻ പറഞ്ഞു തരുന്ന ഇബ്രാഹിമി പാഠങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ എന്തെല്ലാം പാഠങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ആ ജീവിതത്തിലുണ്ട് എന്നതാണ്. എല്ലാ നബിമാരിൽ നിന്നും എല്ലാ നബിമാരിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവരിൽ നിറഞ്ഞു നിന്നിരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഹംദും, രണ്ട് ശുക്റും, മൂന്ന് ദുആയുമാണ്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഹംദ്, ശുക്ർ,
ദുആ. ഈ മൂന്നും കൂടിയ നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി എങ്ങനെ ജീവിക്കാം എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകൾ നമുക്ക് പാഠമാവുന്നത്. ഓരോ വാക്കുകളും ഞാൻ ഓതി വെച്ച പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകളുടെ ഇടയിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തതാണ്. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. റബ്ബേ, നീ എന്നെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആ നാളിൽ, പുനരുദ്ധാന നാളിൽ മാനം കെടുത്തരുത്, അപമാനിതനാക്കരുത്. ആ ദിവസത്തിന്റെ പ്രത്യേകത പ്രശ്നം എന്താ? യൗമ ലാ യൻഫഉ മാലുൻ വല ബനൂൻ. അന്ന് ഒരാൾക്ക് സ്വത്തോ സമ്പത്തോ മക്കളോ ഉപകാരപ്പെടാത്ത ദിനമാണ്. ഇല്ല മന്നത്തല്ലാഹ ബി ഖൽബിൻ സലീം. ഖൽബുൻ സലീമുമായി, ഒരു സുരക്ഷിത മനസ്സുമായി, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മനസ്സുമായി നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവർക്ക് മാത്രമാണ് അന്ന് രക്ഷയുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ? ആരുടെ പ്രാർത്ഥനയാണ് ഇത് എന്നതാണ് ഒന്നാമത് പഠിക്കേണ്ടത്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? ലോകത്ത് ആദ്യമായി വളരെ വ്യക്തമായ നിലയിൽ തൗഹീദിന്റെ ശബ്ദം നടത്തിയ, വിളംബരം നടത്തിയ നബിമാരിൽ വളരെ പ്രധാനിയാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ, അതല്ലാത്ത ആളുകളുടെയും മുഴുവൻ പിതാമഹനായി അറിയപ്പെടുന്ന നമ്മുടെ ഇമാമാണ്. തൻ്റെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഖലീലായി തീർന്ന പ്രവാചകനാണ്. ഇനി ബാക്കി പിന്നീട് നമുക്ക് പറയാം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള മഹാൻ. അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തറിയോ? പടച്ചോനെ, എന്നെ മാനം കെടുത്തരുത് എന്നാണ്. ഖൽബുൻ സലീം കിട്ടുക എന്നതാണ് രക്ഷയുടെ വഴിയായി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. വിജയത്തിന്റെ അടിസ്ഥാനം ഖൽബുൻ സലീം കിട്ടുക. ഇതെന്താണ് ആഗ്രഹിക്കാൻ കാരണം? കാരണം നമ്മള് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പാഠം അതാണ്. സുരക്ഷിത മനസ്സ്, സമാധാനമുള്ള മനസ്സ്. എന്താണിത് സഹോദരങ്ങളെ? ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഖൽബ് എന്നാണല്ലോ. ഖൽബ് എന്ന് പറഞ്ഞാല് ഹൃദയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉലമാക്കള് അൽ ഖൽബു നൗആനി, ഖൽബുൽ ജസദ്, ഖൽബുൻ നഫ്സ്, ഇങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഖൽബ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ജസദിൽ കാണുന്ന, ശരീരത്തിൽ കാണുന്ന ഒരു ഹൃദയവും മനസ്സാകുന്ന ഒരു ഹൃദയവും. ഇത് രണ്ടും അത്ഭുതമാണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ അവയവം ഏതാന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമല്ലല്ലോ, അത് ഹൃദയമാണ്. അത്ഭുതമെന്ന് പറഞ്ഞത് അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഉമ്മയുടെ വയറ്റില് നമ്മളൊരു ഭ്രൂണമായി രൂപപ്പെട്ട്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായ 6 ആഴ്ച കഴിയുമ്പോ ഹൃദയം മിടിക്കാൻ തുടങ്ങും അല്ലേ? ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം അത് മിടിക്കും. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം മിടിക്കേണ്ടത് ഒരു മിനിറ്റിൽ 72 തവണയാണ്. അത് ഗർഭസ്ഥ ശിശുവാകുമ്പോ ഒരു 200ഓളം പ്രാവശ്യം അത് മിടിക്കുന്നതാണ്. ഇനി മാത്രമല്ല, അങ്ങനെ നോക്കുമ്പോ ഒരു ദിവസത്തിൽ നമുക്കൊരു 1,36,600 പ്രാവശ്യം ഇത് മിടിച്ചുകൊണ്ടിരിക്കും. നമ്മളോടൊന്ന് സമ്മതം ചോദിച്ചിട്ടോ, നമ്മുടെ ഒരു ഇടപെടലും അവിടെ ആവശ്യമല്ല. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വിശ്രമം ഉണ്ടാകുന്ന സമയമുണ്ട്. നമ്മുടെ കണ്ണ് മയങ്ങുന്നുണ്ട്, കയ്യും കാലും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇങ്ങനെ ഒരു വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്രമം ഇല്ലാത്തതല്ലേ അത്? അതിന്റെ വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു എന്നാണ്. അതുകൊണ്ടാണ് ആളുകൾ സാധാരണ പറയാറുണ്ട്, കാറ്റ് പോവുക എന്ന് വരെ പറയാറുണ്ട്. ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ നോക്കുകയാണ്, പരിപാടി കഴിഞ്ഞു. ഇതിന്റെ വിശ്രമം അതാ. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഹൃദയം നമ്മുടെ രക്തത്തെ ശുദ്ധീകരിച്ചിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. എത്ര? ഒരു മിനിറ്റിൽ 5 ലിറ്റർ കണക്കിലാണ്. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം 12,600 ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നുണ്ട്? അത് ശുദ്ധീകരിച്ച് ഇങ്ങനെ പോകുന്നില്ലേ? നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ടാങ്കിന്റെ വലുപ്പങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ.
500 ലിറ്റർ ഉണ്ടാവും. ഇപ്പൊ വലിയതൊക്കെ നോക്കിയ ഒരു 1500 ലിറ്റർ വരെ ഉണ്ടാവും. അപ്പോഴും എത്ര രക്തത്തെ നമ്മുടെ ശരീരത്തിലുള്ള തന്നെ എടുത്തെടുത്ത് ശുദ്ധീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് പല അവയവങ്ങളും നമ്മുടെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അതിന് കഴിയില്ല. എന്നാ ഇതിന്റെ വലുപ്പോ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കയ്യ് ഒന്നിങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഉണ്ടാകാവുന്ന വലുപ്പമാണത്ര ഓരോ ശരീരത്തിലും അതിനുണ്ടാവുക എന്നാ. ബാക്കി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ശരീരത്തില് ക്യാൻസർ വരാത്ത ഏക അവയവവും അതാണ്. ഞാനിത് പറയാൻ വേണ്ടിയല്ല ഇതൊക്കെ പറഞ്ഞത്, ഒന്നിങ്ങനെ ഇരുന്നൊന്ന് ശാന്തമായി ആലോചിക്കാൻ വേണ്ടിയാ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ശാക്കിറല്ലി അൻഉമിഹി, അള്ളാഹുവിനോട് അങ്ങേ അറ്റത്തെ ശുക്ർ ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു എങ്കിൽ നമ്മളോടൊക്കെ അള്ള പറയണ ശുക്ർ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഈ മിടിപ്പൊന്ന് നിന്നാൽ, ഈ സ്പന്ദനം നിന്നാൽ എല്ലാം കഴിഞ്ഞില്ലേ? ഒരു സെക്കൻഡിലും ഒഴിവില്ലാതെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയത്തിനപ്പുറം മറ്റൊരു ഹൃദയം കൂടി ഉണ്ട് എന്ന് ശാസ്ത്രത്തിന് പിടുത്തം കിട്ടാത്തൊരു ഹൃദയത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഉലമാ പറഞ്ഞത് എന്താണ്? നൗആനി അൽ ഖൽബു നൗആൻ. ഒന്ന് ജസദിലുള്ള ഹൃദയമാണെങ്കിൽ ഒന്ന് നഫ്സിലുള്ള മനസ്സാകുന്ന ഒരു ഹൃദയമുണ്ട്. അവിടെയാണ് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാകുന്നത്. വികാരങ്ങളുടെ ഉറവിടം സത്യത്തിൽ ഏതല്ല, തലച്ചോറല്ല. അത് അറിയിപ്പ് കിട്ടിയിട്ട് കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാവിധ സന്ദേശങ്ങളും എത്തിക്കുന്നു എന്നതാണ്. പക്ഷെ അള്ള ഈ പറഞ്ഞ ഹൃദയം ഖുലൂബുൻ യൗമഇദിൻ വാജിഫ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അന്ന് ചില ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ചു പറക്കും. അത് ഇതാ, ഹുവല്ലദീ അൻസല സക്കീന ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ മനസ്സുകളിലേക്ക് അല്ലാഹു സക്കീനത്ത്, ശാന്തത ഇറക്കി കൊടുത്ത്. ആ ഒരു മനസ്സെന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ഇതാ. ചില ആൾ ചിന്തിക്കാത്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്തുണ്ടല്ലോ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് കൽബുണ്ട്, പക്ഷെ ആ കൽബ് കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹു വളരെ ഗൗരവത്തില് ഓർമ്മപ്പെടുത്തിയ മനസ്സാകുന്ന ഹൃദയത്തെ പറ്റി വളരെ ചുരുങ്ങിയ സമയത്തിൽ പ്രിയരെ നമ്മൾ ചിലതൊന്ന് ആലോചിക്കണം. ശരീരത്തില് രോഗം വരുന്നതിന് നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തുന്നവരാണ്. താൻ രോഗിയാവുക എന്ന് പറയണത് എല്ലാ മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാ. വളരെ ആശങ്കയോടെയാണ് രോഗം വരുന്നതിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ആക്രമണങ്ങളെ, ദ്രോഹങ്ങളെ നമ്മളെല്ലാവരും ഭയപ്പെടുന്നുണ്ട്. സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ മതില് കെട്ടുന്നുണ്ട്, ഗേറ്റ് കീപ്പറെ നിശ്ചയിക്കുന്നുണ്ട്. ശരീരം സമ്പത്തെല്ലാം ചീത്തയായി പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞ ഹൃദയം. ഏത്? മനസ്സാകുന്ന ഒരു ഹൃദയം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും സഹോദരങ്ങളെ ഇത് ചീത്തയാവുന്നതിൽ നിന്ന് എത്ര കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്? ഈ ഒരു ചോദ്യം ചോദിക്കാൻ അത്രയൊക്കെ പറഞ്ഞത്. ഇന്ന് ശാന്തമായി ആലോചിക്കണം. എന്തറിയാം, ശരീരം രോഗം വരുന്നതിന് നമുക്ക് പേടിയുണ്ട്. പക്ഷെ ഈ കൽബിൽ രോഗം വരുന്നതിനെ നമ്മിൽ എത്ര പേര് ഈ രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധയും കാവൽക്കാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഈ ഒരു ചോദ്യം നമ്മൾ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കണം. കാരണം ഖുർആനിൽ ആകെ 13 തവണയാണ് രോഗം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാണ് മറല് എന്ന് പറയുക. ആ 13 തവണയും ഖുർആൻ ചേർത്തി പറഞ്ഞത് എന്താ അറിയോ? ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള എന്നാണ്. എന്ന് വെച്ചാൽ ആ കൽബിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് രോഗത്തെ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, കൽബാണ് രോഗത്തിന്റെ മൂല കാരണം. എങ്ങനെ? പകർച്ചവ്യാധികളെക്കാളും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പലതരം മാനസിക ഹൃദയ രോഗങ്ങളുണ്ട്. വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ ബാധിക്കുന്ന, നശിപ്പിക്കുന്ന രോഗങ്ങള് ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കാളും മാരകമാണത്. ഞാൻ എണ്ണി പറഞ്ഞു തരാം. ഹറാമ് ചെയ്യാനുള്ള മോഹം, ഈ പറയണതെല്ലാം ശ്രദ്ധിക്കണം. ഹറാമ് ചെയ്യാനുള്ള മോഹം വളരെ രോഗാതുരമായ
ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ദീന് പറയുന്നത്. എന്തു തെറ്റ് ചെയ്യാനും പേടിയില്ലായ്മ. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും എല്ലാതരം രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്തറിയോ? എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളെയും അറിയാം. ഓരോ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ആര് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താനും കഴിയും. കൂടെ പരസ്പരം പക, വിദ്വേഷം, അസൂയ, ദോഷൈക്യ ദൃഷ്ടി, അതിര് കവിഞ്ഞ കിടമത്സരങ്ങള്, സുഖലോലുപത, സദാചാരമില്ലായ്മ, ഇത്തരം രോഗങ്ങളൊന്നും പ്രിയരെ പരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. അല്ലെ? ഏറെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നന്മകൾ പഠിപ്പിക്കുക, ആ നന്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ഇതാണല്ലോ നമ്മൾ എന്നും നമുക്കൊക്കെ ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒരു ചെറിയൊരു അംശം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. ഒരു സത്യമല്ലേ ഞാൻ പറഞ്ഞത്? 100% പകർത്തണമെന്നുണ്ട്. പക്ഷേ പറയുന്ന ഞാനടക്കം എനിക്ക് പോലും അത്ര ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല, സാധിക്കാതെ പോകുന്നു. ഇബ്ലീസിനെ വെറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക. ഇബ്ലീസിനെ വെറുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കഴിയേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ 100% ഇബ്ലീസിന്റെ പല സ്വഭാവങ്ങളും നമ്മളിൽ വന്നു പോകുന്നില്ലേ? ഇതെങ്ങനെയാ ശരിയാക്കുക? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് രോഗമുണ്ടോ? ഉള്ളൊന്ന് അനങ്ങിയിരിക്കണം, ഉറങ്ങരുത് നിങ്ങള്. അല്ല, ഞാൻ അങ്ങനെ നിങ്ങൾ ഉറങ്ങിയെന്നല്ല പറഞ്ഞത്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. നമുക്ക് രോഗമുണ്ടോ? നിങ്ങൾ നോക്കിയ വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെ നമ്മിലേക്കൊന്ന് കൊണ്ടുവന്നാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളാണ് ഈ പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? ആരാ ഇബ്രാഹിം അലൈഹിസ്സലാം? ഞാൻ ആദ്യം 1-2 പറഞ്ഞു. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് നൽകിയ വിശേഷണങ്ങൾ ഞാൻ അതിന്റെ അറബിയ പറഞ്ഞുതരാം. ഇബ്രാഹിം അലൈഹിസ്സലാം ഖാനിത്താണ്, ഉമ്മത്താണ്, ഷാക്കിറാണ്, അവ്വാഹാണ്, ഹലീമാണ്, ഖലീലാണ്, മുനീബാണ്. എത്ര വിശേഷണ ഖുർആൻ കൊടുക്കണോ? ഈ ഒരു വാക്കുകളൊക്കെ ഓരോ വാക്കും നമ്മള് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ തീരാത്ത ആശയങ്ങളാ. അത്ര ഒരു വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന സിഫത്തുകൾ, എല്ലാതരം വർണ്ണനകളും അള്ള കൊടുത്തതാണ്. തീകുണ്ടാരത്തിന്റെ മുമ്പിൽ വെച്ച് ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ എന്നാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹം. സമർപ്പണത്തിന്റെ മാർഗത്തിൽ സ്വന്തം മകനെ പോലും ബലിക്കല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹാൻ അവരാണ് സഹോദരങ്ങളെ. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. ഇബ്രാഹിം അങ്ങ് പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് സുവാർത്ത അറിയിക്കപ്പെട്ട മഹാൻ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യമാ വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. റബ്ബേ, നാളെ പരലോകത്ത് നീ എന്നെ അപമാനിക്കരുത് റബ്ബേ എന്നാണ്. എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് ചോദിക്കുവാനുള്ള, പ്രാർത്ഥിക്കാനുള്ള എന്തൊരവസ്ഥയിലാണ് പ്രിയരെ ഞാനും നിങ്ങളും ഉള്ളത്. നിങ്ങൾ വേറൊരാളെ കുറിച്ചും ചിന്തിക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് ആലോചിക്കാം. മരണമൊന്നും അത്ര വിദൂരത്തൊന്നും അല്ല, അല്ലെ? മരണമൊന്നും വിദൂരത്തല്ല. ചെരുപ്പിന്റെ വാറിനേക്കാൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏത് സമയത്തും സംഭവിക്കാം, എപ്പ സംഭവിച്ചാലും. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബൻ. തൊട്ടടുത്ത നിമിഷം നമ്മൾ മഹിശറയിലാ. അത് വിദൂരത്തൊന്നുമല്ല. എങ്കിൽ നമ്മൾ ഇതിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ഇപ്പുള്ള സ്ഥാനവും വലിപ്പവും ഒന്നും നമുക്ക് ഉപകാരപ്പെടൂല. അള്ളാന്റെ മുമ്പിൽ നിന്ദ്യനാവാതെ എങ്ങനെ രക്ഷപ്പെടും? മുൻഗാമികളെ പീഡിപ്പിച്ചത് ഇത് തന്നെയാ സഹോദരങ്ങളെ. ഈ ചിന്ത ഹബീബായ റസൂലിന് അങ്ങേ അറ്റുണ്ടായത് കൊണ്ടല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചത് കാലിൽ നീര് കെട്ടുമാറി നിസ്കരിക്കുന്നു എന്നുള്ളത്, അല്ലേ? അത് മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? തോൽ സെഞ്ചിയിലെ വെള്ളം അടുത്തിങ്ങനെ വെച്ച് സക്കറാത്തിന്റെ വേദന കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക്, മാറിടത്തിലേക്ക് ഇങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് ഇങ്ങനെ ഓരോ ദുആകൾ, കാര്യങ്ങൾ പറയുന്നതിനിടക്ക് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈയും ഇങ്ങനെ ഉയരത്തിലാണ്.
ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവസാനമായി റസൂലുള്ള പറഞ്ഞ വാക്ക് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല, അല്ലാഹുവേ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ എന്നെ ചേർക്കണമേ എന്ന് പറഞ്ഞാണ്. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യ്, ആ രണ്ട് കൈകളും താഴേക്ക് ഇങ്ങനെ വീണുപോയി. അങ്ങനെയാണ് ആ വഫാത്ത് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ആ റസൂലിന്റെ വാക്ക് പോലും അങ്ങനെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മുത്തുനബി കഴിഞ്ഞാൽ ഈ ലോകത്തെ ഒന്നാമത്തെ ഔലിയ പിന്നെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ കടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ വാക്ക്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. എല്ലാം അങ്ങനെ എടുത്തു പറഞ്ഞ് കരയാ. അബൂബക്കറും ഫിൽ ജന്നാന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാത്തതല്ലോ, ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആ കുടൽമാല ഇങ്ങനെ പുറത്തിയാടിയ സമയത്ത് കരഞ്ഞു പറയുന്നുണ്ട്, അല്ലാഹുവേ എന്റെ മുൻഗാമി സിദ്ദീഖുൽ അക്ബർ ഈ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്ത പണം തിരിച്ചു വെച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവേ അങ്ങനെ തിരിച്ചു വെക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഇനിയില്ല, എന്റെ എല്ലാം തളർന്നു തകർന്നു ഇങ്ങനെ ക്ഷീണിച്ചു പോവുക, നീ എന്നെ ഒരിക്കലും അവഗണിക്കരുത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ, എല്ലാവരും എടുത്താലും നേരമില്ല നമുക്ക് പറയാൻ, ഇതിനെ ഓർമ്മപ്പെടുത്തുന്നറിയോ, ഏത് മഹാൻ എടുത്തു നോക്കിയാലും ഇങ്ങനെയുള്ള വാക്കുകളല്ലാതെ മറ്റൊന്നുമില്ല. 52-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഇമാം ഷാഫി റഹിമഹുല്ലാ ഈ ലോകത്തോട് വിട പറയുമ്പോ മക്കൾ ശിഷ്യന്മാരടുത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇരുന്ന് കരയാ, എന്തേ കരയുന്നെന്ന് ചോദിച്ചപ്പോ അമല് വളരെ കുറച്ചല്ലേ ഉള്ളൂ, എത്ര ദൈർഘ്യമേറിയ യാത്ര എനിക്ക് നടത്തണമെന്ന. സഹോദരങ്ങളെ, ഖൽബുൻ സലീം കിട്ടലാണ് വിജയം. ആ ഖൽബുൻ സലീമിനെ ഉലമാ വിശദീകരിച്ചത് എങ്ങനെയെന്നറിയാമോ? ശറഹു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, മനസ്സുകളെ അങ്ങേയറ്റം ശറഹ് നടത്തിയ മഹാനാണ് ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുമുല്ലാ. ഇവരുടെ വാക്കുകൾ നിന്ന് കാണാം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിന് കൊടുത്ത തഫ്സീർ, അൽ ഖൽബു സലീം ഹുവല്ലദീ സലീമും മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട മനസ്സ്. നല്ലപോലെ ശ്രദ്ധിക്കണം. 2 വൽ ഗില്ലി വൽ ഹഖദി വൽ ഹസദി, അസൂയ, പക, വിദ്വേഷം, എല്ലാതിൽ നിന്നും രക്ഷപ്പെട്ട മനസ്സ്. വശ്ശുഹ് വൽ കിബ്ർ, അഹങ്കാരം, പിശുക്ക്, രക്ഷപ്പെട്ട മനസ്സ്. വഹബ്ബു ദുനിയാ വറിആസ, ദുനിയാവിനോടുള്ള അതിരുവിട്ട പ്രേമത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനസ്സ്. ഇതാണ് ഖൽബുൻ സലീം. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ വിശദീകരിച്ചത്, അൽ ഖൽബു സലീം അൽ മഹ്ദൂദ് ഹുവല്ലദീ യുരീദു അൽ ഖൈർ ലാ ശർ, തിന്മ ഒട്ടുമേശാത്ത ഖൈർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണ് ഇത് എന്ന് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ വിശദീകരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം, നമ്മുടെ ചോദ്യം എപ്പോഴും വേണ്ടതറിയോ, പടച്ചോനെ എനിക്ക് ഒരു നല്ല മനസ്സ് തരണേന്നാണ്, നല്ല മനസ്സ് തരണേന്നാണ്. അത് രക്ഷപ്പെട്ട ഹൃദയങ്ങൾ കിട്ടാൻ, അത് ശരിയാവാൻ വഴികളും ദീന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നമ്മളിലൊക്കെ ദേഷ്യം വരും, കോപം വരും, വെറുപ്പ് വരും, അല്ലേ? എനിക്ക് ദേഷ്യം വരൂല നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ലല്ലോ. അങ്ങനെ വരൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാവണം? മലക്കാവണ്ടേ? നമ്മൾ മനുഷ്യരല്ലേ? എങ്കിൽ അത് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ 3 സംഗതികളല്ലാത്തതിൽ, 3 എണ്ണത്തിൽ നിന്നല്ലാത്തതിൽ നിന്നൊക്കെ മനസ്സ് രക്ഷപ്പെടണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നറിയോ? ഇഖ്ലാസുൽ അമലി ലില്ലാഹി വഹദ. ഇങ്ങനെ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു കാര്യം, എല്ലാ അമലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാലേ, നമ്മൾ എളുപ്പം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദേഷ്യം വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മറ്റാർക്കും കാണാൻ കഴിയാത്തൊരു ഇടമാണല്ലോ നമ്മുടെ മനസ്സ്. ഹൃദയ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും
മനസ്സിലാക്കാൻ കഴിയാത്ത, എനിക്ക് എന്നെ മാത്രം അറിയുന്നൊരു ഇടമുണ്ട്. ആ ഇടം മറ്റാരുടെ മുമ്പിലും നമ്മൾ തുറക്കൂല. പ്രിയരെ, സത്യ ഞാൻ ഈ പറഞ്ഞത്, ഈ പറയുന്ന ഞാനല്ല, എന്നെ അറിയാത്ത എൻ്റെ ഒരു ഇണയില്ലേ അല്ലേ? വാപ്പ ആര് അറിയോ മക്കൾക്ക് കൃത്യമായിട്ട്? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇടയില്ലേ? അവിടേക്കാണ് അള്ളാന്റെ നോട്ടെന്ന. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖഫിസ് സുദൂർ. എല്ലാ ആയത്തിന്റെ അർത്ഥം പറയാല്ല, നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഇതിനെ വിശദീകരിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്നതറിയോ? അള്ളാഹ് നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ കൽബിലേക്കും അമലിലേക്കുമാണ്. ഇവിടെ വൃത്തിയുള്ളതാവണം. അവിടെ വൃത്തിയുള്ളതാവണമെങ്കിൽ ഒറ്റ പണിയേ വേണ്ടുള്ളൂ. ഞാന് ഈ മനുഷ്യൻ എന്തെല്ലാം ചെയ്തു കൊടുത്തറിയോ? ഒരു നന്ദിയില്ല. ഇനി അയാളിലേക്ക് ഞാൻ നോക്കണല്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വേദനകൾ ആരെടുത്തുനിന്നാന്ന് അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മുടെ കുടുംബങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ആർക്കാണോ കൂടുതൽ നന്മകൾ ചെയ്യുന്നത്, ആ നന്മകൾ ചെയ്യുന്ന ആളുകളിൽ നിന്നൊരു പക്ഷേ നമുക്ക് കൂടുതൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എക്സ് വൈ നിങ്ങളേതായ അനുഭവം വെച്ച് നിങ്ങൾ ചേർത്തി വായിക്കുക. നമ്മൾ ഒരാൾക്ക് കൂടുതൽ നന്മ ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ വേദനിക്കേണ്ടി വരും. ആ അനുഭവം വരുന്നത് എന്തിനായിരിക്കും? എന്തിനത് കൊടുത്തത്? ഇതെന്തിനാ നീ കൊടുത്തത്? ഇന്ന ആളുടെ തൃപ്തിക്ക് വേണ്ടിയാണോ? അല്ല, റബ്ബേ നിന്റെ തൃപ്തിക്ക്. അങ്ങനെ ഒരു തൃപ്തി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ചിന്തയിൽ വന്നാൽ, ബാക്കിയെല്ലാം നമുക്ക് ഈ ലോകത്ത് കീഴ്പ്പെടുത്താൻ കഴിയും. ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയും. ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ വെറുപ്പാണ് കൂടുക. അതുകൊണ്ടാണ് ഇഖ്ലാസ് വളരെ ശക്തിയായി വരണം. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വരണം. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സൊന്നുകൂടി ഫ്രീ ആകാൻ സലാം വർദ്ധിപ്പിക്കണം. മറ്റൊന്ന്, ഖുർആൻ നന്നായി പാരായണം ചെയ്യണം. മനസ്സിന് സമാധാനം കിട്ടാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് മനസ്സിൽ വെക്കണം കേട്ടോ. കാരണം എന്താ അറിയോ? ഹൃദയത്തെ ബാധിക്കുന്ന 3 അവസ്ഥകളെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3 ബയാൻ ചെയ്യൂല. 3 ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാം. ഒന്ന്, ഹൃദയം കടുത്തു പോകും. അലിവില്ലാത്ത ഹൃദയം ഉണ്ടാവും. നമ്മൾ പേടിക്കേണ്ടത് അതിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വസ്സയിലെ മക്കളെ നോക്കിയിട്ട് ചില കിരാതന്മാര് പറയുന്ന വാക്കെന്തറിയോ? വലിയ ആൾക്കാരല്ല കൊല്ലണ്ട, എല്ലാ കുട്ടികളെയും കൊല്ലണം എന്ന് വരെ പറയുന്ന മനുഷ്യന്മാരില്ലേ നമ്മുടെ നാട്ടിൽ. നിങ്ങൾ നോക്കി, 3 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിനെ അതിനെ കയ്യേറ്റം ചെയ്തു, ശാരീരികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങള്? നമുക്കൊക്കെ അല്ലേ കുഞ്ഞു പേരമക്കള്. 3 വയസ്സുള്ള കുട്ടിയുടെ വലുപ്പം എത്രയാ? ലോകം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉപ്പ ആരാ ഉമ്മ ആരാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മക്കളെ പോലും കൊല്ലുന്ന മനുഷ്യരില്ലേ? അലിവ് തൊട്ട് തീണ്ടാത്തത്. ഹൃദയം കടുത്തു പോകും. നമ്മൾ അള്ളാഹിനോട് എപ്പോഴും ചോദിക്കേണ്ട വാക്കതാണ്, റബ്ബേ ഹൃദയം കടുത്തു പോകല്ലേ, അതിന് ലോലത തരണേ, അതിന് വിനയം തരണേ, അതിൽ സ്നേഹം നിറക്കണമേ നമ്മൾ ചോദിക്കണം. അത് ബാക്കി നിങ്ങൾ ആലോചിക്കേ. ഹൃദയം കറുത്തു പോകും എന്ന് നബി ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മനസ്സെന്ത് ചെയ്യും? ഹൃദയം കറുത്തു പോകും, കറ വന്നു വീഴും. കല്ലബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇപ്പോ നല്ല ടൈലിട്ട സ്ഥലത്ത് ഒരു ചായ എന്തെങ്കിലും പോയി എന്ന് വെക്കുക. നമ്മൾ ഉടനെ അത് തുടച്ചെടുക്കും. അത് ഉടനെ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്ത് വരും? ആ സാധനം അവിടെ കെട്ടി നിന്നാ കറ വീഴും, പിന്നെ തുടച്ചാൽ കിട്ടൂല. നമ്മുടെ കൽബ് അങ്ങനെ. പാപങ്ങൾ വരും, ഉടനെ കഴുകി വൃത്തിയാക്കണം അല്ലേ? കാരണം ജന്മന ഒരാള് കള്ളൻ ആയി ജനിക്കണില്ലല്ലോ, വ്യഭിചാരി അല്ലല്ലോ, വഞ്ചകനല്ലല്ലോ, ഉണ്ടാക്കിയെടുക്കുന്ന ശീലാണല്ലോ. അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. 3, ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെടും. അതിനെയും കുറിച്ച് നിങ്ങൾ നല്ല ആലോചിക്കണം. ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്, കണ്ണിനല്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന ആ നിരീക്ഷണ ബോധം ഉണ്ടാവണം. ഖുർആനുമായി ബന്ധം വേണം. നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം. മരിച്ചു പോവണല്ലോ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഹറാമുകൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന മനസ്സ് അത് വലിയ രോഗമാണ്.
ആ രോഗത്തു നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആ ബോധം കൊണ്ടാണ് നമ്മുടെ ഉപ്പ ജയിച്ച് കയറിയത്, മഹാന്മാര് ജയിച്ച് കയറിയത് എന്നാണ് ഖുർആനും ദീനും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സ്റ്റേജിലേക്ക് എത്താൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നമ്മളാര് എന്ന് സ്വയം വിലയിരുത്തലുകൾ നടത്തുക. അള്ളാഹു നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവന്റെ എല്ലാ തൃപ്തിയും നേടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസം പിറക്കാൻ പോവുകയാണ്. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഏതായാലും ഒരു 2-3 ദുൽഹിജ്ജ ദിവസങ്ങളാകാനുള്ള ഡേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ ദിവസങ്ങളുടെ പ്രത്യേകതകൾ ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കർമ്മങ്ങൾ ചെയ്യാൻ ഈ 10 ദിവസങ്ങളെക്കാളും മഹത്തരമായ മറ്റൊരു ദിവസങ്ങളില്ല എന്ന് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാമിൻ അയ്യാമിൻ അലം ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി അൽ അമൽ ഫീഹിന്ന മിൻ അയ്യാമിൽ അശ്രി ദിൽ ഹിജ്ജ ഫഅക്സിറൂ ഫീഹിന്ന തഹ്ലീൽ വൽ തക്ബീർ. ആ ദിവസങ്ങൾ വന്നാൽ, കാരണം ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പകലുകൊണ്ട് ഏറ്റവും മഹത്തരമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ഉം, രാത്രികൾ കൊണ്ട് ഏറ്റവും മഹത്തരമായ 10 ദിനം എന്ന് പറയുന്നത് റമളാനിന്റെ അവസാനത്തെ ആ 10 രാത്രികളും പകൽ ഇതുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പകലിന്റെ ശ്രേഷ്ഠത എന്താന്ന് ചോദിച്ചാൽ, യൗമുൻ തർവിയ, യൗമുൻ നഹർ, യൗമു ആറഫ, ഇത്തരം എല്ലാ നല്ല ദിനങ്ങളും വരുന്നത് ഈ 10 ദിനങ്ങളിലാണ് അല്ലെ. ഉദ്ഹിയ്യത്ത് ഇവിടെയാണ് വരുന്നത്. പിന്നെ സുന്നത്ത് നോമ്പുകൾ നമുക്ക് കൂടുതൽ എടുക്കാൻ അനുവദിക്കപ്പെട്ട ദിവസങ്ങളാണിത്. തക്ബീറുകള്, തഹ്ലീലുകള്, തസ്ബീഹുകൾ കൊണ്ട് ഇതിനെ നമ്മൾ സമ്പന്നമാക്കണം. സ്വതക്കകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഈ 10 ദിനങ്ങളെ നമ്മുടെ വരുതിയിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനാണ് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നത്. അലസതകൾ, അശ്രദ്ധകള് വരാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ വേണം. അശ്രദ്ധ കൊണ്ട് നമ്മുടെ എത്ര നന്മ നിറഞ്ഞ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നാട്ടുകാരല്ല ഞാൻ പറഞ്ഞു, ഞാൻ എന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും എടുത്തു നോക്കൊണ്ട്, എൻ്റെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് എനിക്ക് ഇന്ന സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ആ നന്മ നഷ്ടപ്പെട്ടു. കാരണം അശ്രദ്ധ വരരുത് എന്ന് പറയുന്നത് താല്പര്യം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അക്കാശ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അത് ഓർമ്മപ്പെടുത്തി തരാം. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്ത് കടക്കുന്നു പറഞ്ഞു. ഉടനെ ഈ വാക്ക് തീരുന്നതിന് മുമ്പ് ഈ അക്കാശ് റളിയല്ലാഹു അൻഹു എണീറ്റ് നബിനോട് ചോദിച്ച്, നബി, അക്കൂട്ടത്തിൽ പെടാൻ എനിക്ക് സൗഭാഗ്യം കിട്ടാൻ നിങ്ങൾ അള്ളാഹിനോട് തരണം എന്ന് പറഞ്ഞു. ഞാനത് തേടാം, നിങ്ങൾ അക്കൂട്ടത്തിൽ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ ചാടി എണീറ്റിട്ട് പറഞ്ഞു, നബിയെ ഇനിയും വേണമെന്ന് പറഞ്ഞു. ആ അവസരം അയാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ അറബ് മൂലങ്ങളാണ് പറയാൻ നേരല്ല, ആ അവസരം അവർ കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് അങ്ങനെ പറയാനോ പ്രാർത്ഥിക്കാനോ ഒന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരവസരങ്ങൾ, ഇപ്പൊ ഖുർആൻ ഓതാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒരു സ്വതക്ക ചെയ്യാനാണെങ്കിലും എല്ലാ നന്മകളിലൊക്കെ പങ്കുചേരാൻ കിട്ടുന്ന ഒരവസരത്തെ പോലും നമ്മൾ നശിപ്പിക്കരുത്. ഉൽഹിയ്യത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ അതിനുള്ള എല്ലാ ഒരുക്കൾ അന്വേഷിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 2 തരം ഷെയറുകളാണ് അതിൽ സംവിധാനിച്ചുള്ളതൊന്ന് ഒരു താരതമ്യേന ചെറിയ ഉരുവാണെങ്കിൽ 9,000-ഉം അല്പം വലുപ്പം കൂടിയതാണെങ്കിൽ 10,000-ഉമാണ് അതിൽ ഷെയർ കണക്കാക്കിയുള്ളത്. കഴിവിൻ്റെ പരമാവധി
എല്ലാവരും ശ്രദ്ധിച്ചാൽ പങ്കുചേരാം. ഷെയറെങ്കിലും ഒന്നിനെ വാങ്ങാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ അതിലൊരു പങ്കാളിയായിട്ടെങ്കിലും നമ്മൾ നിർബന്ധമായി ഉണ്ടാകണം. അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ ദുൽഹിജ്ജ 1 മുതൽ അതിൻ്റെ നഖം, മുടി പോലുള്ളതൊക്കെ നീക്കം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അശ്രദ്ധയുമുണ്ട്, ആ കാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം. എപ്പോഴും അള്ളാഹുവോട് തേടണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. പടച്ചവനെ, നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു മനസ്സെനിക്ക് തരണം എന്ന് അള്ളാഹുവോട് എപ്പോഴും തേടണം. ഓരോ നന്മയുടെ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എൻ്റെ ഇങ്ങടക്ക മനസ്സിൽ തിന്മകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവേ, ഹറാമായ ഒരു സ്ഥലത്തും നീ എന്നെ എത്തിക്കരുത് റബ്ബേ, അങ്ങനത്തെ ഒരു ഇടവും എനിക്ക് തരരുത് റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മാർത്ഥമായി റബ്ബിനെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് വിജയം തരും, ഒരു സംശയവുമില്ല. നല്ല മനസ്സ് തരണേ എന്ന് തേടിക്കൊണ്ടിരിക്കണം. റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി തൃപ്തിപ്പെടുമാറാവട്ടെ. നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു എല്ലാ നിലക്കുള്ള പാപങ്ങളും വിട്ട് പുറത്തു തന്ന് അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖൽബും സലീമ് തന്ന് ഓരോ നന്മയുടെ അവസരങ്ങളെയും അത്യുത്സാഹപൂർവ്വം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.